രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യമായ ഇന്ത്യ അലയൻസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അധികാരത്തിലെത്തുമോ? നിലവിലെ സാഹചര്യങ്ങൾ കാണിച്ചു തരുന്നത് അത്തരമൊരു സാധ്യതയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്നുവരുന്ന വോട്ടിംഗിലുണ്ടായ വലിയ കുറവുമൊക്കെയാണ് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സഖ്യം പരാജയത്തിലേക്ക് പോകുകയാണോ എന്ന സംശയം ഉയർത്തുന്നത്. മാത്രമല്ല, രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള പലരും ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്ന സൂചനകളും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സാഹചര്യമല്ല അതിനുശേഷമുള്ളതെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. രണ്ടാം മോദി സർക്കാർ രൂപീകരിച്ച 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്ര മികച്ച വിജയം ഒരിക്കലും ഇത്തവണ ബി.ജെ.പിക്ക് ലഭിക്കില്ലെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക വിദഗ്ധനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ ഡോക്ടർ പരകാല പ്രഭാകർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സഖ്യത്തിന് 272-ൽ താഴെ സീറ്റുകൾ നേടാനേ കഴിയൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ബി.ജെ.പിക്ക് തനിയെ 200 മുതൽ 220 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ ഭാഗം വിശദീകരിക്കുവാൻ അദ്ദേഹം 2014 തിരഞ്ഞെടുപ്പിനെയും കൂട്ടുപിടിക്കുന്നുണ്ട്. 2014 തിരഞ്ഞെടുപ്പ് രംഗം ഹിന്ദുത്വയുടെ പശ്ചാത്തലത്തിലായിരുന്നില്ല എന്നാണ് പരകാല പ്രഭാകർ പറയുന്നത്. അന്ന് പോരാട്ടം രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലല്ലായിരുന്നു. ഒരു കൈയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറുകൈയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന മോദി രാജ്യം മുഴുവൻ നടന്ന് പറഞ്ഞിരുന്നത്. അഴിമതിക്കെതിരായി ഉയർന്നു വന്ന മുന്നേറ്റങ്ങൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ബി.ജെ.പിക്ക് അനുകൂലമായി അന്ന് മാറുകയായിരുന്നു. എന്നാൽ ഇതിനിടയിലും അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ സമയത്തും ബി.ജെ.പിക്ക് ആകെ വോട്ടിൻ്റെ 31% മാത്രമാണ് ലഭിച്ചത്. 2019 ബലാക്കോട്ടിൻ്റെയും പുൽവാമയുടെയും പശ്ചാത്തലത്തിൽ 4 മുതൽ 5 വരെ ശതമാനം വോട്ടാണ് അന്ന് കൂടുതൽ ലഭിച്ചത്. എന്നാൽ പിന്നീട് ഇന്ത്യ കണ്ടത് ഏറ്റവും മോശമായ സാമ്പത്തിക നയ സമീപനമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പുതിയൊരു ഭരണകൂടം ഇത്തവണ രാജ്യത്ത് അധികാരം ഏറ്റെടുക്കുമെന്ന് സൂചന നൽകുകയാണ് പ്രഭാകർ ചെയ്യുന്നത്. മാത്രമല്ല, മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ബി.ജെ.പിയെ ഭയപ്പെടുത്തി ആഭ്യന്തര സർവേ ഫലം എത്തുന്നത്. ബി.ജെ.പി. ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് സർവേയിൽ കണ്ടെത്തിയത്. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10 സീറ്റുകൾ കുറയുമെന്നാണ് സർവേ ഫലം. ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ടെന്നും 2 ആഭ്യന്തര സർവേകളിലുമുണ്ട്. ഹരിയാനയിലെ സിർസ, റോത്തക്, ഹിസാർ, കർണാൽ, സോനെപത്ത് എന്നീ മണ്ഡലങ്ങളിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ട്. രാജസ്ഥാനിലെ ചുരു, ബർമാൻ, ടോങ്ക്, ദൗസ, സഗൗർ, കരൗളി എന്നീ മണ്ഡലങ്ങളിലും സമാന അവസ്ഥയാണെന്ന് സർവേയിൽ പറയുന്നുണ്ട്. സാഹചര്യങ്ങൾ ഇത്തരത്തിലായിരിക്കവേ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഉറച്ചു വിശ്വസിക്കപ്പെടുന്നത്. അതേസമയം ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയാണെങ്കിൽ കേരളം ഏകദേശം പൂർണ്ണമായും സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കേരളത്തിൽ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന 3 സീറ്റുകളുണ്ടെങ്കിലും നിലവിലെ സാഹചര്യവും പുറത്തുവരുന്ന പ്രീ പോൾ സർവേ ഫലങ്ങളും അനുസരിച്ച് ഇത്തവണയും ബി.ജെ.പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എതിരാളികളായി നിന്ന് മത്സരിക്കുന്ന UDF, LDF മുന്നണികൾ ആര് ജയിച്ചാലും അത് ഇന്ത്യ സഖ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇതിനിടയിലാണ് ഒരു നിർണായകമായ വിവരം കൂടി പുറത്തുവരുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്നും ജനവിധി തേടുന്ന മുസ്ലിം ലീഗ് മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന E.T. മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും ആയിരിക്കില്ല ക്യാബിനറ്റ് റാങ്ക് പദവിയിലേക്ക് എത്തുന്നത്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ P.K. കുഞ്ഞാലിക്കുട്ടിയായിരിക്കും ഈ പദവിയിലെത്തുക. അതിനായി വളരെ വിപുലമായ പദ്ധതികളാണ് മുസ്ലിം ലീഗ് കണ്ടുവച്ചിട്ടുള്ളത്. നിലവിൽ വയനാട്, റായ്ബറേലി എന്നീ മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി 2ഇടത്തും വിജയിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു സീറ്റ് രാജിവയ്ക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി 2ഇടത്തും വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായും വയനാട് രാജിവയ്ക്കുമെന്നാണ് സൂചനകൾ. അങ്ങനെ വരികയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമെന്നും അവിടെ P.K. കുഞ്ഞാലിക്കുട്ടിയെ നിർത്തി മത്സരിപ്പിക്കും എന്നുമാണ് ലീഗിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തിയതിന് പിന്നാലെ ലീഗിന്റെ കൊടിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ പേരിൽ ഒരു വലിയ വിഭാഗം ലീഗ് അണികൾക്ക് കോൺഗ്രസുമായി അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് വയനാട് സീറ്റ് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറയുമെങ്കിലും കടുത്ത ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. അതിനു കാരണം UDF മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് ലീഗ്. ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാൻ CPM ആവുന്നത്ര ശ്രമിക്കുന്നുമുണ്ട്. പണ്ട് LDF-ൽ നിന്ന് RSP UDF-ലേക്ക് പോയതുപോലെ ലീഗുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ
അവർ LDFിലേക്ക് പോകുമോ എന്ന പേടി കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നു. കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നതോടെ UDFിൽ മുസ്ലിം ലീഗ് കൂടുതൽ പ്രാധാന്യമുള്ള കക്ഷിയായി മാറുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ലീഗിനെ കൈവിട്ടുള്ള ഒരു കളിക്കും കോൺഗ്രസ് കൈ കൊടുക്കില്ല എന്നും വ്യക്തമാണ്. ലീഗിനെ പിണക്കിയാൽ അതിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് തങ്ങൾ തന്നെയാണെന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് കോൺഗ്രസ് എടുക്കുന്നത് അനുഭാവപൂർണമായ നടപടികൾ ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തവുമാണ്. അതേസമയം ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനം BJP മുന്നണിയെ പിന്തള്ളി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെന്നുള്ളതാണ്. രണ്ടാമത്തേത് രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും വിജയിക്കണമെന്നുള്ളതും. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കുന്നുള്ളൂ എങ്കിൽ പിന്നെ ഈ സമവാക്യത്തിൽ ഒരു കാര്യവുമില്ല. എന്നാൽ മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും അതിൽ ലീഗിന് ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി ഉണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ ആ പദവിക്ക് അർഹനാകുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെന്നുമാണ്.